Hello everyone, welcome back to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കട്ട്ലറ്റിന് ബോൺലെസ് ചിക്കൻ, ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടറ്റോസ് ആണിത്, ഒരു ഓണിയൻ, കറി ലീവ്സ്, ഒരു മുട്ട and കുറച്ച് ബ്രെഡ് സ്ലൈസസ്. കുക്കറിൽ വെച്ച് ബോയിൽ ചെയ്ത പൊട്ടറ്റോസ് ആണിത്. ഇത് നന്നായി മാഷ് ചെയ്യുക. ഞാനിവിടെ ചോപ്സ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടി. നന്നായി ഇത് മാഷ് ചെയ്യുക. അതിനുശേഷം ഓണിയൻ നന്നായി ചോപ്പ് ചെയ്യുക. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളകും എടുത്ത് ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് നന്നായി പേസ്റ്റ് ആക്കുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായി ചിക്കൻ എടുത്ത് അതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്കിത് വെക്കാം. ആ മസാലയെല്ലാം നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് സ്വല്പം വെള്ളം ആഡ് ചെയ്യുക. ഈ വെള്ളം നന്നായി തിളപ്പിക്കുക. അത് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ പീസസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായി ബോയിൽ ചെയ്യണം. നന്നായി വെന്ത് വരണം നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം തണുക്കാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യുക. ഈ ചിക്കൻ ഇനി ഒരു ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത ശേഷം നന്നായി ഗ്രൈൻഡ് ചെയ്യുക. ഇത് നല്ല പൊടി പോലെ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. ഇനി ഒരു പാൻ നന്നായി ഹീറ്റ് ചെയ്ത് അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായി ആ പാനിന് ചുറ്റും ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഓണിയൻ നന്നായി സോട്ട് ചെയ്യണം. നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് സ്വല്പം ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി വഴറ്റുക. അതിലേക്ക് നമ്മുടെ കറി ലീവ്സ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ആഡ് ചെയ്യുക. പൊട്ടറ്റോസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ആഡ് ചെയ്യുക. പൊട്ടറ്റോസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. പൊട്ടറ്റോസിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും ആഡ് ചെയ്ത് നന്നായി വീണ്ടും മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം അത് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഒരു 4-5 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്യാം. നമ്മുടെ മസാല നന്നായി കുക്കായിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ചു നേരം തണുക്കാനായി വെക്കുക. ഈ സമയത്ത് നമ്മൾ ഒരു മുട്ട എടുത്ത് അത് ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് സ്വല്പം ഉപ്പും പെപ്പർ പൗഡറും ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്യുക.
നന്നായി ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസസും ഒരു ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് നല്ല പൗഡറാക്കുക. ആ ബ്രെഡ് ക്രംസ് ഒരു പാത്രത്തിലേക്ക് പകർത്തുക. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല, ബീറ്റൻ എഗ്, സ്വല്പം വെള്ളം, ബ്രെഡ് ക്രംസ് എല്ലാം ഇവിടെ റെഡിയാണ്. സ്വല്പം വെള്ളം കയ്യിലേക്ക് ആഡ് ചെയ്ത് മസാല ചെറിയ ബോൾസ് ആക്കി ഉരുട്ടുക. അതിനുശേഷം നമ്മളത് കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി മാറ്റുക. കട്ട്ലറ്റിന്റെ ഷേപ്പ് ആയതിനു ശേഷം അത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് ആഡ് ചെയ്ത് രണ്ട് സൈഡും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ആഡ് ചെയ്യുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബ്രെഡ് ക്രംസിലേക്ക് നന്നായി നമ്മൾ റോൾ ചെയ്യണം. അങ്ങനെ എല്ലാ കട്ട്ലറ്റും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം ഒരു പാൻ എടുക്കുക. പാൻ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റിന്റെ പ്രിപ്പറേഷൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും നന്നായി ഫ്രൈ ചെയ്യണം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കത് മാറ്റി അതിൻ്റെ എണ്ണ നമുക്ക് കളയാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡിയാണ്. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. Thank you all for watching. Hope you enjoyed the recipe.